മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണസങ്കല്പം അർത്ഥവത്താക്കുന്നവരാണ് പ്രവാസികൾ. പല ദേശങ്ങളിൽ നിന്നും എത്തിയവർ ഫ്ളാറ്റുകളിലും വീടുകളിലും ഒത്തുകൂടി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൊന്നോണം ആഘോഷിച്ചു. UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും മലയാളികൾക്കൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. പൂക്കളമൊരുക്കി. നബിദിനാവധി കൂടി ലഭിച്ചതോടെ ഓണാഘോഷം പൊടിപാറി. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം സദ്യ ഒരുക്കി ചിലർ ഓണം രുചി സമൃദ്ധമാക്കി. പല ദേശങ്ങളിൽ നിന്നുമുള്ളവർ പ്രാദേശിക രുചിക്കൂട്ടുകൾ ഒരുക്കിയപ്പോൾ സദ്യയിലും വൈവിധ്യം. ശരിക്കും ഓണം ആഘോഷിക്കുന്ന ഈ പ്രവാസ ലോകത്ത് വന്നതിന് ശേഷമാണ്. ഇതൊരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ വർഷത്തിലും വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ ഓണത്തിനും വളരെ മനോഹാരിതയുണ്ട്. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ലോകത്ത് ഒരു അവധി ദിവസം ഓണം വന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന ഒരു ഓണാഘോഷത്തിന് വ്യത്യസ്തമായിട്ട് ഈ വർഷം എല്ലാ വീടുകളിലും എല്ലാവരും സ്വന്തമായിട്ട് വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുകയും ഒന്നിച്ച് സുഹൃത്തുക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയുമാണ് കൂടുതൽ പേരും സദ്യയ്ക്ക് ആശ്രയിച്ചത്. പഴയിടം മോഹനൻ നമ്പൂതിരി അടക്കമുള്ള പാചക വിദഗ്ധർ പ്രവാസികൾക്കായി രുചിക്കൂട്ടൊരുക്കി. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം പാട്ടും മത്സരങ്ങളും. ഒരുമയുടെ ഓണം ആഘോഷിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവാസികളാണ്. നബിദിനത്തിലെ ഓണാഘോഷത്തിന് ഇത്തവണ പൊലിമ കൂടുതലുണ്ട്. മുഷീർ കൊടിയിലിനൊപ്പം ദുബായിൽ നിന്നും സുരേഷ് വെളിവിറ്റം, മാതൃഭൂമി ന്യൂസ്.